അബിൻ വർക്കി MLA തിരിഞ്ഞു നോക്കാത്ത പ്രദേശത്ത് സഹായവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം ചെയ്യുന്നു. പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, സ്ഥലം MLA അബിൻ വർക്കി തിരിഞ്ഞു നോക്കാത്ത സ്ഥലത്ത് സഹായവുമായി എത്തുകയാണ് ഒരു കൂട്ടം ഡിവൈഎഫ്ഐ പ്രവർത്തകർ. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഈ MLA ഇവിടെ എത്തിയില്ലെന്ന് മാത്രമല്ല, വലിയ പരാതികളും ഉയരുന്നുണ്ട്. അവിടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കിറ്റുമായി എത്തുന്നത്. നമുക്കറിയാം, കോഴഞ്ചേരി തന്നെ ഏറ്റവും അധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയ പ്രദേശം ഈ ആറന്മുളയിലെ ഈ കാഞ്ഞിരവീഴിലാണ്. 300ഓളം കുടുംബം. എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടില്ല, പക്ഷേ ഇങ്ങോട്ടുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നത്. അവിടെയാണ് ഡിവൈഎഫ്ഐയുടെ കിറ്റ്. നമുക്ക് ഒരു മനോഹരമായ കിറ്റ് കാണാം. ഇതിൽ ധാരാളം സാധനങ്ങളുമുണ്ട്, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള പയർ. അപ്പോൾ ഇവിടുത്തെ സജീവ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം കൂടിയാണ്. സജീവോട് ചോദിക്കാം, സജീവേ, നിങ്ങളുടെ കിറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കിറ്റ് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഇതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. 2 ദിവസം ഒരു തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല ഇവിടെ. ദിവസം നമ്മൾ പാർട്ടിയുടെ ഇതിലാണ് ഇവിടെ മൊത്തം കാര്യങ്ങളും ചെയ്തത്. ഇപ്പം 2 പ്രാവശ്യം കിറ്റ് വില്ലേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു സഹായമായിട്ട് ഇപ്പം നമ്മൾ വീണ്ടും വലിയ പരാതി. അതെ, വില്ലേജിൽ നിന്ന് കൊണ്ടുവരാൻ തന്നെ സംവിധാനം ഇല്ലായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന് തന്നെ ഡിവൈഎഫ്ഐ വൈദ്യ ചെയ്താണ്, അവരാണ് കൊണ്ടുവന്നതും. വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ. ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന കഴിയുന്ന വീട്ടിലേക്കാണ്. അതെ, ഈ ഒറ്റപ്പെട്ട് 250-300 മേളുണ്ട് വീടുണ്ട് ഇവിടെ. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഈ വെള്ളം കയറിയ വീട്ടിലേക്കും പിന്നെ കുറച്ച് പണിക്ക് പോകാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. സാധാരണപ്പെട്ട അവരുടെ വീടുകളിലേക്കുള്ള കിറ്റാണ് നമ്മളിപ്പം തയ്യാറാക്കിയേക്കുന്നത്. വാർഡ് മെമ്പർ അശ്വതിയുടെ വീട്ടിലേക്കാണ് ഇത് ഡിവൈഎഫ്ഐ കൈമാറുന്നത്. വാർഡ് മെമ്പർക്ക് അശ്വതിയെ നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അശ്വതിയുടെ ചിത്രം. കാരണം ഒറ്റയ്ക്കൊരു വള്ളത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സജിത് പി ആനന്ദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരോട് അശ്വതി ഒരുമിച്ച് പോകുന്ന കണ്ടിരുന്നു. അശ്വതി, ഇപ്പം സാധനങ്ങൾക്ക് എത്തി തുടങ്ങിയില്ലേ? സാധനങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം വെള്ളം കയറിയ വീടുകളിൽ മാത്രം കൊടുക്കാനുള്ളതേ ഉള്ളൂ. നമ്മുടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന 300ഓളം കുടുംബങ്ങളുണ്ട്. അവർക്കൂടെ കൊടുക്കാനുള്ളത് നമുക്ക് എന്തെങ്കിലും സഹായം ലഭിക്കണം എന്നാണ്. MLA ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല, എത്തിയിട്ടില്ല. അവിടെ ചോദിക്കൊരു കാര്യം, MLAയുടെ ചില ആളുകൾ വരുന്നുണ്ട്. അവർ ബോട്ടിൽ വന്ന് അവിടെ കുറച്ച് സാധനങ്ങൾ കൊടുത്തു. പക്ഷേ വെള്ളം കയറിയ വീടുകൾ അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെ അവർക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ട് പറ്റുന്നതാണ്. കാര്യം ഈ വാർഡിലെ ആരെയെങ്കിലും കൂടി അതിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അവർ കൃത്യമായിട്ട് വെള്ളം കയറിയ വീടുകളിൽ ഒറ്റപ്പെട്ട ഭാഗങ്ങളിലെല്ലാം അവർ കൊണ്ടുപോയി സാധനങ്ങൾ എത്തിക്കും. അവർ സാധനങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് പോകുന്നുണ്ട്, പക്ഷേ എത്തേണ്ടടുത്ത് എത്തുന്നില്ല. നമ്മുടെ ഒരു വീടുകളിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അരി തൊട്ട് എണ്ണ, പഞ്ചസാര, കാപ്പിപ്പൊടി, എല്ലാ സാധനങ്ങളും, ഗോതമ്പൊടി അടക്കമുള്ള എല്ലാ ഐറ്റങ്ങളും എത്തിയിട്ടുണ്ട്. അതെ, നമ്മളിവിടെ ഇതിലായിട്ട് വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇവിടുന്ന് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. റോഡുകൾ മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. ഇപ്പം തന്നെ നിങ്ങളെ കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നപ്പോഴും എങ്ങനെയാണ് അതേ രീതിയിലാണ്. ഇപ്പം ബുദ്ധിമുട്ടാണ്. അന്നേരം നമ്മളിപ്പോൾ അബിൻ വർക്കി ഈ ഒരു പ്രദേശത്ത് വന്ന ആൾക്കാരെ ഒന്ന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നോ മനസ്സിലാക്കാൻ ഇന്നേ വരെ ഇവിടെ വന്നിട്ടില്ല. ഒരു 4 ദിവസമായി. ഇപ്പോൾ ഇവിടെ 5ാമത്തെ ദിവസമാണിത്. ഇത്രയും ദിവസമായിട്ട് ഇവിടെ നിന്ന് എത്തിപ്പെടുവോ, ആൾക്കാരുടെ പ്രശ്നങ്ങൾ വരിക എന്താണെന്നൊന്നും അറിയാൻ പോലും വന്നിട്ടില്ല. കാഴ്ച കൂടി ഉണ്ട്, അത് നമ്മൾ പറയേണ്ടതാണ്. ഈ എൻ്റെ അടുത്തുള്ള ഈ അമ്മമാരെ ക്യാമ്പിൽ കഴിയുന്നവരാണ്. പക്ഷേ ഈ കിറ്റ് ക്യാമ്പിലുള്ളവർക്ക് വേണ്ടിയല്ല. ഇവിടെ വീടുകളിൽ കഴിയുന്ന ആളുകൾ, പണിക്ക് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളവർക്ക്. അപ്പോൾ അവർക്ക് കിറ്റ് വിതരണം ചെയ്യാൻ ക്യാമ്പിൽ നിന്നുള്ള ആളുകളോട് വരികയാണ്. ഇവരോടൊപ്പം പങ്കാളികൾ, നമ്മൾ ദുരിതത്തിൽ കഴിയുവാണ്, ദുരിതമുള്ളവരെ സഹായിക്കണം, നമ്മൾ ഇറങ്ങുന്നു. അങ്ങനെ അവരെ സഹായിക്കണം, അത് അത്യാവശ്യ കാര്യം. അവരും പണിക്കും വേലയ്ക്കും ഒന്നും പോകാതിരിക്കുമല്ലോ. അവർക്കൊക്കെ കൊടുക്കണം ഈ കിറ്റൊക്കെ. തെക്കേമല ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ടൊന്നും ആരും കൊണ്ടുവരുന്നില്ല. ഈ നാടിന് വരാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടായി. ബോട്ടിലൊക്കെ വരാമല്ലോ, വരാം. ഇതുവരെ വന്നിട്ടില്ല. ഇഷ്ടം പോലെ സാധനങ്ങൾ ആറന്മുളയിലും തെക്കേമലയും കോഴഞ്ചേരി എത്തുന്നുണ്ട്. കാഞ്ഞിരവേലി ഭാഗത്തോട്ട് ഒന്നും എത്തുന്നില്ല. പക്ഷേ എത്തുന്നില്ലെങ്കിലും ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ട്. മെമ്പറും ഉണ്ട്, ഡിവൈഎഫ്ഐ പ്രവർത്തനവും ഉണ്ട്. മെമ്പറും ഉണ്ട്, ഡിവൈഎഫ്ഐ പ്രവർത്തനമുണ്ട്. ഇവരെല്ലാം നാട് ഒരുമിച്ച് നിൽക്കുവാണ്. അബിൻ വർക്കി MLA സഹായിക്കാത്തപ്പോൾ, സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ ഈ ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിൽ അതിജീവിക്കുകയാണ്. അതിജീവനത്തിന്റെ കാഴ്ചയാണ് കാഞ്ഞിരവേലിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആര്യ, ശരി, എന്തായാലും അബിൻ വർക്കി തിരിഞ്ഞു നോക്കാത്ത സ്ഥലത്ത് ആ ദുരന്തബാധിതർക്ക്, എല്ലാം നഷ്ടപ്പെടുന്നവർക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൈത്താങ്ങാവുകയാണ്. ഒപ്പം സുജു, ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ മഴയുടെ സാഹചര്യങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ മഴ പത്തനംതിട്ടയിൽ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ ചെറിയ തോതിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി മഴ മാറി നിന്നതോടെ തന്നെ റാന്നി പൂർണ്ണമായി ക്ലീനായി മാറിയിരിക്കുകയാണ്. എന്നാൽ ആറന്മുളയിൽ ചിലയിടങ്ങളിൽ മാത്രം വെള്ളക്കെട്ടുകളുണ്ട്. അത് കൂടുതലും ഈ വയലുകളുടെ സമീപ പ്രദേശമാണ് വീടുകളിൽ വെള്ളം കയറി കിടക്കുന്നത്. എന്നാൽ വലിയ പ്രളയഭീതിയിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്. ഇപ്പോഴും കടുത്ത ഭീഷണി നേരിടുന്ന അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ലയാണ്. തിരുവല്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളാണ്. അവിടുന്ന് കമലേഷ് വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ കാര്യത്തിൽ
വിശദാംശങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ തിരുവല്ലയിലാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ആര്യ, ഒരു കാര്യം കൂടി സുജു, ഈ മഴക്കെടുതിയിൽ കോന്നിയെ പൂർണ്ണമായും അവഗണിക്കുകയാണ് മുഖ്യമന്ത്രി. മഴക്കെടുതി രൂക്ഷമായ കോന്നി നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ സന്ദർശനം നടത്തിയിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ദുരന്തബാധിതരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ജില്ലയിൽ നടന്ന യോഗത്തിലും കോന്നി MLA ക്ഷണിക്കാതിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തീർച്ചയായും കോന്നിയെ പൂർണ്ണമായിട്ട് VD സതീശൻ മുഖ്യമന്ത്രി ഒഴിവാക്കുകയായിരുന്നു. കോന്നിയിൽ സന്ദർശനം നടത്തില്ല. കോന്നി വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം മലയോര മേഖലയിൽ ഏറ്റവും ദുരിതം അനുഭവിച്ചത് കോന്നി തന്നെയാണ്. അവിടെ ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായ ആളുകളുണ്ട്. വാഹനങ്ങൾക്ക് കേടുപാട് പറ്റിയ സ്ഥലങ്ങളുണ്ട്. മൂഴിയാറിൽ വീടുകൾ തകർന്നു. സീതത്തോട് പഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കയറി. ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നാട്ടുകാർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടേക്ക് സർക്കാർ സംവിധാനം എത്താൻ വളരെ വൈകി. KU ജനീഷ് കുമാർ MLA ഏതാണ്ട് 4 മണി മുതൽ തന്നെ ആ സ്ഥലത്ത് സജീവമായിട്ടുണ്ടായിരുന്നു. MLA ഇടപെട്ടുകൊണ്ട് MLA തന്നെ സ്വയം ഒരു കോൾ സെന്ററോ അല്ലെങ്കിൽ ഒരു ക്യാമ്പ് പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ. അത്തരം ഒരു സ്ഥലത്തേക്ക് VD സതീശൻ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ MLA ക്ഷണിച്ചിട്ടുമില്ലെന്നാണ് വസ്തുത. എന്തായാലും ഇപ്പോൾ അല്പസമയത്തുള്ളിൽ കോന്നി MLA KU ജനീഷ് കുമാർ മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. ശരി, സുജു T. ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.